മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചതായി CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരം അല്ലെന്നെത്ര പറഞ്ഞാലും അംഗീകരിക്കാനാകില്ല. ഡോക്ടർ TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമം നടന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം എന്ന വാർത്ത ജില്ലാ സെക്രട്ടറി തള്ളിയല്ലോ. ജില്ലാ കമ്മിറ്റിയിൽ എന്തൊക്കെയായിരുന്നു വിമർശനങ്ങൾ ശ്രീജിത്ത്? രൂക്ഷമായ വിമർശനം എന്ന് വേണം പറയാൻ. അതായത് മുഴുവൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒരുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനം ഏറ്റെടുക്കുകയായിരുന്നു. മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഈ ഏറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം തള്ളുമെന്നും ഏറ്റവും ഒടുവിൽ ഈ പറയുന്നത് പോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇത് കൂടാതെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ 30,000-ഓളം വോട്ടുകൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ വോട്ട് മറിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപം കൃത്യമായ രീതിയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗം അവസാനിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാക്കാനാകൂ. ശരി ശ്രീജിത്ത്. ശ്രീകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.